ഹാർഡിയസ് ബയോളജിയിൽ ഏറ്റവും കൂടുതൽ ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യൻ നമുക്ക് ഡിസ്കസ് ചെയ്താലോ. അതായത് 5ാം ചാപ്റ്ററിലെ ജനറ്റിക് ഡിസീസ് ആയ രണ്ട് രോഗങ്ങളുള്ളത് ഹീമോഫീലിയയും സിക്കിൾ സെൽ അനീമിയയും. അപ്പോൾ എൻ്റെ മക്കൾ ഈ ഒരു ചോദ്യം നോക്കുക, ഇതുപോലൊരു ചോദ്യം നിർബന്ധമായിട്ട് ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടാവും. നോക്കടാ, ഈ ഒരു സ്റ്റേറ്റ്മെന്റ് നോക്കുക, ഇതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറഞ്ഞത്. അതായത് നമ്മളെ റെഡ് ബ്ലഡ് സെൽ, ചുവന്ന രക്താണുക്കൾ അരിവാൾ പോലെയാകുന്നു, ബെഡ് ലൈക്ക് സിക്കിൾ എന്ന് പറഞ്ഞു. അപ്പോൾ ഒന്നാമത്തെ ചോദ്യം, ഐഡന്റിഫൈ ദ ഡിസീസ്. ഈ രോഗം ഏതാണ്? ഇത് ഏതാടാ? സിക്കിൾ സെൽ അനീമിയ. ഓർത്തു വെക്കണം, ഹീമോഫീലിയ, സിക്കിൾ സെൽ അനീമിയ. ഇതില്ലെങ്കിൽ ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടാവില്ല. അതുകൊണ്ട് ഈ രോഗങ്ങളെ കുറിച്ച് എൻ്റെ മക്കൾ പഠിച്ചിരിക്കണം. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയി പഠിക്കേണ്ടതാണ് സിക്കിൾ സെൽ അനീമിയ. അപ്പോൾ ഈ രോഗം ഏതാ? സിക്കിൾ സെൽ അനീമിയ. ഇനി രണ്ടാമത്തെ ചോദ്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇതുപോലെ മറ്റു ബ്ലഡ് സെൽസ്, ഇതിവിടെ RBC ചുവന്ന രക്തകോശമാണല്ലോ എന്താവുന്നത്, അരിവാൾ ആകൃതിയിലാവുമെന്ന് പറഞ്ഞത്. അപ്പോൾ ഈ ചോദ്യം ചോദിച്ചത് എങ്ങനെയാണോ, WBC എന്തുകൊണ്ട് അരിവാൾ ആകൃതിയിലാകുന്നില്ല, പ്ലേറ്റ്ലെറ്റ് ഇതൊക്കെ രക്തകോശങ്ങൾ, ബ്ലഡ് സെൽസാ, ഇവരൊന്നും എന്തുകൊണ്ട് അരിവാൾ ആകൃതിയിലാകുന്നില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എൻ്റെ മക്കൾ മനസ്സിലാവേണ്ടി നോക്കൂ, ഇതാണ് നമ്മുടെ RBCയുടെ ഷേപ്പ്. കണ്ടോ, RBC ഷേപ്പ് കണ്ടില്ലേ? ഈ RBC എന്താവുന്നു, അരിവാൾ ആകൃതിയിലാവുന്നു. ഒന്നെങ്കിൽ ഈ ഒരു ചിത്രം തന്നിട്ട് ഇത് ഏത് രോഗമാണെന്ന് ചോദിക്കുക. അപ്പോൾ എൻ്റെ മക്കൾ ശ്രദ്ധിക്കേണ്ടത്, ഈ RBCയിൽ മാത്രമാണ് എന്തുള്ളത്, ഹീമോഗ്ലോബിൻ ഉള്ളത്. എന്തുള്ളത്? ഹീമോഗ്ലോബിൻ. അല്ലാതെ WBCയിൽ നമ്മൾ വെളുത്ത രക്തകോശം, പ്ലേറ്റ്ലെറ്റ്, ഇതിലൊന്നും എന്തില്ല, ഹീമോഗ്ലോബിൻ ഇല്ല. അപ്പോൾ ഈ ഒരു ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ പറയാം RBCയിൽ മാത്രമാണ് എന്തുള്ളത്, ഹീമോഗ്ലോബിൻ ഉള്ളത്. അപ്പോൾ എൻ്റെ മക്കൾ എന്താവാ, സെറ്റായി പഠിക്കാം.